ഒരു വട്ടം കണ്ടിട്ട് എനിക്ക് കിളി പോയതാണ്. നിങ്ങളുടെ റിസ്കിൽ കണ്ടാൽ മതി. ഇപ്പം ഞാൻ കാണിക്കുന്ന മാജിക്കൊക്കെ പക്ക ഉടായിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും മാജിക്കേ ഉടായിപ്പാണ് ഞാൻ എല്ലാവരും അടക്കം പറയില്ല. അതൊരു കലയാണ് ശരിക്കും പറഞ്ഞത്. ആ ഒരു കൈവഴക്കം മെയ്വഴക്കം ആ ഒരു ഫ്ലോ ഇല്ലെങ്കിൽ മാജിക്ക് ഫ്ലോപ്പായി പോകും. പക്ഷേ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. എന്നാൽ ഇത് കാണുമ്പോൾ ചില സമയത്ത് നിങ്ങളുടെ കിളി പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ അതിൻ്റെ അത് ഉത്തരവാദിത്തമൊന്നുമല്ല. എന്നാലും നിങ്ങളുടെ റിസ്കിൽ കയറി കണ്ടോ. കുടിക്കണ്ടില്ലേ കുഞ്ഞോവ? अभी खाली हो जाएगा, अभी कान पकड़ेंगे, कान सारा निकल रहा है। ആ കുപ്പിടത്ത് വേറെ കുപ്പി ഇരിക്കണവൻ കണ്ടില്ല. एक मुलायम रस्सी रहेगी, ऐसे मैजिक बोलेंगे तो उससे छड़ी बन जाएगी। ऐसे गीली गीली बोल के छू मंत्र बोल देंगे, കമ്പി പോലെ വളഞ്ഞു നിൽക്കും, ടെമ്പറായിട്ട് നിൽക്കും, പെട്ടെന്ന് തളർന്നു വീഴും. ഇത് നമ്മൾ കണ്ടാണ് പണ്ട് കുഞ്ഞുനാളോട്ട്. रस्सी डाउन हो जाएगी। ये 160 रुपए का। अभी देख सकते सब मेरे पास कार्ड अलग अलग है। ഇപ്പൊ കാണിച്ചപ്പോ അലഗ് അലഗ് കേട്ടോ, അലഗ് 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 അലഗ്, അതായത് ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ കാർഡാണ് കേട്ടത്. आप चलते हुए कार्ड पे उंगली रखिए, उठा के लिए देख लीजिए, मुझे मत दिखाना, फिर यहीं पर रख दीजिएगा। अभी मुझे नहीं पता आपने कौन അതെന്താണ് അതിൻ്റെ ഇടയിൽ ഒരുത്തരും ഒളിച്ചിരിക്കുന്നത്? കാർഡ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കൊച്ചു കള്ളൻ. सा कार्ड देखा, इस पे अपना हाथ रखिए, ऐसे नवस पकड़िए, पता चल जाएगा। आपने 3 नंबर देखा था। हां देखा था 3 नंबर। वो भी बीच ऐसे इशारा करेंगे चलो ऊपर, तो वही कार्ड आपका ऊपर ये था। जी था। इस कार्ड को हम आगे लगा देंगे, इस कार्ड को आगे लगाएंगे। കാർഡെല്ലാം ശ്രദ്ധിച്ചോട്ടാ. കാർഡ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിപാടി ഒപ്പിക്കാൻ കണ്ടോ. मैजिक बोलते जो अलग अलग होते हैं सब सेम हो जाएंगे। ഈ വീഡിയോ നിങ്ങൾ നിർത്തി ഒന്ന് ബാക്ക് അടിച്ച് കണ്ടാൽ നിങ്ങൾക്ക് ആ ട്രിക്ക് മനസ്സിലാവും. अभी देख सब पत्ते सेम हो जाएंगे। वाह, जब ये അരേ വാ, ഇവിടെയാണ് എൻ്റെ കിളി പോയത്. അതെങ്ങനെ സെയിമായി? അതെനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല. എങ്ങനെ സെയിമായി? कार्ड आप आगे से हटा दीजिएगा, और मैजिक बोलते हैं जो अलग अलग होते हैं सब सेम हो जाएंगे, अलग अलग हो जाएंगे। फिर दोबारा जैसे പിന്നെയും പഴുത് പോയി, അലകലകായി. हाँ फिर वैसे ही ये रहेगा। एक रस्सी है, इस रस्सी को भी इससे काट പിള്ളേരെന്തായാലും കൊള്ളാം. പണ്ടത്തെ അപ്പന്മാരുടെ എല്ലാ പരിപാടിയും പഠിച്ചു വെച്ചിട്ടുണ്ട്. काटा। जैसे कितने टुकड़े होंगे? 2 टुकड़े हो जाएंगे। 2 हो जाएंगे। आप पैच उठाइए, यहाँ से ഇതിങ്ങനെ കെട്ടും, എന്നിട്ട് इങ്ങനെ കട്ടും. कट कर दीजिए, काटिए, फिर मैं आगे दिखाऊँ। यहाँ से आप എടാ മോനെ, ഇതൊക്കെ കുറെ കണ്ടാടാ. ये आपने रस्सी के 2 टुकड़े दिए, यहाँ पास कट किया, वहीं पर जॉइंट लगा देते हैं वैसे। ആ കെട്ട് തന്നെ ഒരു ഡിഫറെന്റ് കെട്ടാണ് കെട്ടണത്. जॉइंट लगा देंगे और इधर से आप कर लीजिएगा, रस्सी को टाइट ഇനി इങ്ങനെ കാണിച്ചിങ്ങനെ വരയ്ക്കുമ്പോ ആ സാധനം ഉണ്ടാവില്ല. അതായിരിക്കും പയ്യൻ കാണിച്ചു തന്നത്. है कि जॉइंट है, रस्सी को टाइट रखो, जॉइंट पे अपना हाथ रखें और इधर से आप क्या बात है, काटा आपने, कहां से काटा था? मैजिक बोलेंगे तो उसकी जॉइंट മുടുക്കനാ मुടുकन. ये ट्रिक भी आपको अभी देख सकते हो दोनों तरफ എടാ ഇതൊക്കെ പുതിയത് വല്ലതും എടുക്കടാ, പുതിയ വല്ലതും കൊണ്ടുപോവാ. ब्लैक, इधर भी ब्लैक, इधर भी ब्लैक। अभी दोनों तरफ रफ करेंगे तो कलर हो जाएगा। अच्छा वाह, इधर भी रफ करते इधर भी कलर, ऐसा कोई എന്തൊട്ട് സാധനം അത്? ब्लैक कर नहीं पाता है। नहीं हो रहा ये, नहीं हो रही, नहीं हो रहा है। അതിങ്ങനെ ഒട്ടുമ്പോൾ ഒരു വട്ടം ഒട്ടിച്ചെടുത്ത് മാറ്റുമ്പോൾ ആ സ്റ്റിക്കർ ഇപ്പുറത്തേക്കാവും. മാഗ്നറ്റാണ് സംഭവം. അത് മൂളയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്നെ പോലെ. आप जब खरीदेंगे तो आपको सिखा के दिया जाएगा। एक छड़ी रहेगी, छड़ी को हम ऐसे रुमाल में ഇനി पकड़ എന്താണാവോ? छड़ी पूरी बाहर रहेगी, इससे कहेंगे चलो बाहर और चलो चलेगी। अब इससे ഇതിന്റെ ആ താനെ പൊങ്ങിയവന് ടെക്കൻ. कहेंगे चलो जंप करो तो ही जंप करेगी। देखिए प्राइवेट पजल, इसे आप बनाना है, बनाइए, ट्राई करिए। ഇവന് കാന്തം വിട്ടുള്ള ഒരു കളിയുമില്ല. മാഗ്നറ്റിന്റെ മൊത്തം ഈ ഒരു കളിൻ്റെ അത്. आप खरीदेंगे तो आपको सिखा के दिया जाएगा, ऐसे बन जाएगा। एक डिब्बी रहेगी, അവൻ വെച്ചപ്പോ സാധനമായി. നമ്മ ഇങ്ങനെ തലകുത്തി മറിഞ്ഞിരുന്നു. ചേട്ടാ അതിന്റെ കാറ്റലോഗ് ഒന്ന് തന്നേ എന്നൊക്കെ നോക്കിയിട്ട് പോകും. असली सिक्का रहेगा, कैप बंद करेंगे इसके ऊपर, एक सिक्का है, सिक्के की कैप खाली रहेगा, इसके നീ ऊपर കോയിൻ വെച്ച് എന്താണോ നീ കാണിക്കണ കാണിക്കും. बोलते हैं कि प्लास्टिक का सिक्का बन जाएगा। एक डिब्बी रहेगी, इस डिब्बी में अपनी पसंद का कोई नंबर छिपा दीजिए, डिब्बी बंद कर देना। ഇത് ലുഡുവിന്റെ കട്ട. ഞാൻ ചെക്കൻ എന്തോ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പറയട്ടെ. ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടില്ല, ഇത് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടോ? ഓക്കെ, അവനത് സെറ്റ് ചെയ്ത് വായിച്ച് പൂട്ടി എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. एक डिब्बी रहेगी, डिब्बी के अंदर से डिब्बी पैक ആ ചിപ്പിയുടെ അകത്ത് ചിപ്പി എടുത്തിട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞു. ചിപ്പിയാ, കുപ്പിയല്ലടാ മണ്ട. कर देंगे, इसके ऊपर एक कैप बंद करेंगे, इस पे अपना हाथ रखिए। ഓം ക്രീം കുട്ടിച്ചാത്തേനോടെ കൈവെക്കാം കൈവെക്കാം കൈവെക്കാം. ഞാൻ കഴിച്ചിട്ടുണ്ട്. आपने 4 नंबर रखा है, നിങ്ങൾ 4 നമ്പറല്ലേ രക്കാന്ന്. അവനത് കണ്ടിട്ടും കൂടിയില്ല, അത് തിരിച്ചിട്ടാണ് അവൻ വെച്ചത്. പക്ഷെ ഇവനെങ്ങനെ അത് കണ്ടു? ഇവനെന്ത് മാന്ത്രിക കണ്ടെന്ന് തോന്നുന്നു.
ഒരുത്തിന് അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് നോക്കണതാരും ശ്രദ്ധിക്കുന്നില്ല അല്ലേ? इसके बेड पे मैसेज लिखा है दोनों साइड, उंगली टच कर देते इधर गायब हो जाएगा, इधर भी गायब इधर भी गायब, उंगली टच करते ഇതെന്ത് പണ്ടായിരുന്നു? मैसेज लिख के आएगा। ये ब्लैक वाला, एक ब्लैक कलर का डाइस है, इसे मौजिक बोलते सब कलर हो जाएंगे। എന്തൊക്കെ സെറ്റപ്പുള്ള കടയിൽ ഇങ്ങനെ തിരിഞ്ഞൊന്ന് കറങ്ങി വന്ന എല്ലാ മാജിക് ഐറ്റംസ്. ये देखिएगा कवर खाली है क्या, चेक करिए कवर खाली है क्या। ഇപ്പൊ കവർ കാലിയാണ്. ഇപ്പൊ കവറിൻ്റെ അകത്ത് മുഴുവൻ കാശാകുമായിരിക്കും. ये कौन सा कार्ड है, बेगम कार्ड को फ्रेम में डाल देंगे, फ्रेम जो इस कवर के साइड का रहता है। ഇട് ഇട് വേഗം ഇട്. अभी कार्ड मेरे पास है, इसे थोड़ा दूर ले जाते हैं और मैजिक बोले तो जहीं से कार्ड गायब हो जाता है फ्रेम में आ गया। എന്റെ പൊന്നു ചെക്കൻ സീൻ. ये देखिए तो कवर दिख रहा है क्या, വീണ്ടും ഊമ അങ്ങനെ പറയേണ്ടി വരും ഇപ്പം. ये അതെങ്ങനെയാടാ അവൻ അവിടെ വെച്ച സാധനം ഇവിടെ വന്നത്? ഇവനെയൊക്കെ വല്ല ബാങ്കിൽ കൊണ്ടുപോയുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കണേ. 150 का है। തീർന്ന് ഇന്നത്തേക്കുള്ള ആയിട്ടുണ്ട്. ചെക്കന കുറച്ച് ആൾക്കാർ വെറുതെ വിട്, ആരും തെറിയൊന്നും പറയരുത്, എന്നും തെറി പറയരുത്. കാരണം ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് മാത്രമായിരിക്കുന്നു. കാരണം സമയമില്ല, വെറുതെ ഫ്രീ ടൈം കിട്ടിയപ്പോൾ ചെയ്തൊരു വീഡിയോ ആണ്. എനിക്ക് ഇവൻ്റെ ആ ഒരു അപ്പിയറൻസ് ഒക്കെ ഉണ്ടാകുക ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തൊന്ന് വൈറലായി കൊടുക്കാൻ തോന്നി, അതുകൊണ്ട് ചെയ്തേട്ടാ. ആരും അവനെയും എന്നെയും തെറി പറയരുത്. അടുത്ത വീഡിയോ ഞാൻ വരാം വെറുപ്പിക്കാനായിട്ട്. പോരെ.